കന്യാകുമാരി ജില്ല ഒരു സ്ത്രീയുടെ പേരിലാണ്, ദേവിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ ജില്ലയിൽ നടക്കുന്ന ഈ പ്രോഗ്രാം വിശേഷിച്ച് കർമ്മയോഗിനിയായ അമ്മയുടെ സാന്നിധ്യത്തിൽ സമാജ പരിവർത്തനത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിച്ച് നമ്മുടെ ഭാരതത്തിൽ ഒരു മാറ്റത്തെ കൊണ്ടുവന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നൂറ്റാണ്ടോടുകൂടി, ശതാബ്ദിയോടുകൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമും കൂടെയാണ്. അതിൽ നമ്മുടെ സർക്കാർ വിഭാഗമായിട്ടുള്ള ദത്താത്രേയ ഹൊസബലയും മറ്റ് പല വിശിഷ്ട വ്യക്തികളും, അതേപോലെ പല പ്രമുഖരായിട്ടുള്ള വിവിധ രംഗത്ത് മുദ്ര പതിപ്പിച്ചിട്ടുള്ള പല സ്ത്രീകളും അവരുടെ ഒരു സാന്നിധ്യം അതിലുണ്ടാകുന്നതാണ്. ബാക്കി കാര്യങ്ങൾ അവരെ അവതരിപ്പിക്കുന്നതാണ്. കേരളത്തിന് പ്രത്യേകിച്ച് തിരുവിതാംകൂറിന് വളരെ അഭേദ്യമായ ബന്ധമാണ് കന്യാകുമാരിയുമായിട്ടുള്ളത്. കന്യാകുമാരിയിൽ മാർച്ച് 2-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ 50,000-ലധികം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ വനിതാ സമ്മേളനം, സംഗമം നടക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്തുനിന്നും നിരവധി വനിതകൾ, ആയിരക്കണക്കിന് വനിതകൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടാകും. അഹല്യാബായി ഹോൾക്കറുടെ ത്രിശതാബ്ദിയാണ്, 300-ാം ജന്മവാർഷികമാണ്. അത് ഭാരതം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമായിട്ട് അഹല്യാബായി ഹോൾക്കർ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴും എന്തൊക്കെയോ കാരണങ്ങളാൽ ദക്ഷിണേന്ത്യക്ക് അഹല്യാബായി ഹോൾക്കർ അത്ര പരിചിതയല്ല. പക്ഷേ അഹല്യാബായി ഹോൾക്കറുടെ ചരിത്രം നോക്കുമ്പോൾ ഈ ഇന്ത്യയുടെ ഒരു വലിയ സമഗ്രമായ മുന്നേറ്റത്തിന്, അല്ലെങ്കിൽ ഭരണ പരിവർത്തനത്തിനും ആധ്യാത്മിക മുന്നേറ്റത്തിനുമൊക്കെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ഒരു വനിതാ ഭരണാധികാരി ആയിരുന്നു അഹല്യാബായി ഹോൾക്കർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. രാമേശ്വരം മുതൽ ഇങ്ങ് തെക്ക് രാമേശ്വരം മുതൽ വടക്ക് ബദ്രിനാഥം വരെയും അങ്ങ് പടിഞ്ഞാറ് സോമനാഥ് മുതൽ കിഴക്ക് ജഗന്നാഥപുരി വരെയുള്ള ഭാരതത്തിലെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും പുനരുദ്ധാരണത്തിനും പുനരുജ്ജീവനത്തിനും മുൻകൈയെടുത്ത് പ്രവർത്തിച്ച, അതോടൊപ്പം തന്നെ ഭരണപരമായിട്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് അഹല്യാബായി ഹോൾക്കർ. അവരുടെ 300-ാം ജന്മശതാബ്ദി ഭാരതത്തിലെമ്പാടും ആഘോഷിക്കുകയാണ്. വനിതാ ശാക്തീകരണ പ്രവർത്തനത്തിന് അഹല്യാബായിയോളം നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വം ഭാരതത്തിൽ മറ്റുണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് അവരുടെ ജീവചരിത്രം അതിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ. മഹേശ്വരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ അത് ഇന്നും വളരെ പ്രശസ്തമാണ്. നർമ്മദയുടെ തീരത്ത് വസ്ത്ര വ്യാപാര രംഗത്ത് ഇന്നും തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന മഹേശ്വരി ബ്രാൻഡ്, അത് അഹല്യാബായി ഹോൾക്കറുടെ സംഭാവനയാണ്. സ്ത്രീകളുടെ ഉന്നമനത്തിന്, പെൺകുട്ടികളുടെ ഉന്നമനത്തിന്, തടവുകാരുടെ പുനരധിവാസത്തിന്, ഇത്തരത്തിൽ ഒരു വലിയ വ്യക്തിത്വമായിട്ടുള്ള അഹല്യാബായി ഹോൾക്കറെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്വവും ഒരു പശ്ചാത്തലവും ഈ സമ്മേളനത്തിനുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന്, അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ വൈഭവത്തിന്, ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് എന്നും ചുക്കാൻ പിടിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘം RSS അതിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലം കൂടി, സംഘത്തിന്റെ 100-ാം വാർഷികത്തിന്റെ ആഘോഷത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി ഈ വനിതാ സമ്മേളനത്തിനുണ്ട്. അതുപോലെ തമിഴ്നാട്ടിന്റെ വനിതാ ശാക്തീകരണത്തിന് ഒരു വലിയ മുൻതൂക്കം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വൈഭവശ്രീ എന്ന് പറയുന്നത്. ഇത് സേവാഭാരതിയുടെയൊക്കെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണം, സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടുവാനും അല്ലെങ്കിൽ അംഗീകാരം കിട്ടുവാനും സമൂഹത്തെ ആർജവത്തോടെയും അഭിമാനത്തോടെയും നോക്കി കാണാനുള്ള കരുത്ത് സ്ത്രീകൾക്ക് കൊടുക്കുക, ഇതാണ് വൈഭവശ്രീയുടെ ഉദ്ദേശം. അപ്പോൾ ആ വൈഭവശ്രീയുടെ സിൽവർ ജൂബിലിയുടെ ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഇത്തരം ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ഭാരതത്തിന്റെ എല്ലാ കോണിലും നടക്കുന്ന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ അത് ഏറ്റവും ഭംഗിയായി തമിഴ്നാടിന്റെ മുക്കിലും മൂലയിലും എത്തണം. സ്ത്രീയുടെ കരുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് കന്യാകുമാരി ജില്ലയിൽ 50,000-ലധികം വനിതാ രത്നങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഈ സമ്മേളനം മാതാ അമൃതാനന്ദമയി അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് RSSന്റെ സർക്കാര്യവാഹമായിട്ടുള്ള ശ്രീ ദത്താജി ഹൊസബാളയാണ്. നിഷ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ടെസി തോമസ് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നുണ്ടാകും. അതോടൊപ്പം ഭാരതത്തിന്റെ ആധ്യാത്മിക രംഗം തൊട്ട് ബഹിരാകാശ രംഗം വരെ സമസ്ത മേഖലയിലുമുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള നിരവധി വനിതാ രത്നങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ സമസ്ത മേഖലയിലുമുള്ള
രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിന്റെ സർസംഘചാലക് മാന്യ മോഹൻജി ഭഗവത് എല്ലാ വിജയദശമി ബൗദ്ധിക്കിലും പറയാറുള്ളതാണ് സംഘം സർവസ്പർശിയായി മാറണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ 50% വരുന്ന വനിതകളുടെ കരുത്തിനെയും കഴിവിനെയും കണക്കിലെടുത്തുകൊണ്ടാണ് അത് മുന്നോട്ട് സാധ്യമാവുകയുള്ളൂ. ആ സ്ത്രീ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കുക എന്ന ഉദ്ദേശമാണ് ഈ സംഗമത്തിനുള്ളത്. 50,000-ത്തിലധികം വനിതകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. നമസ്കാരം. കന്യാകുമാരി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണെങ്കിലും കേരളവുമായി അഭേദ്യമായ ബന്ധമാണ്. കേരളമായിരുന്നു കന്യാകുമാരി ഒരു സമയത്ത്. ഉപകരണം മുതൽ കന്യാകുമാരി വരെയാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന കേരളം. അതറിയണമെങ്കിൽ ഇന്ന് കേരളത്തിൽ നമ്മൾ കന്യാകുമാരി വരെ പോകുമ്പോൾ, കന്യാകുമാരി കഴിഞ്ഞ് തമിഴ്നാടിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അതിന്റെ വ്യത്യാസം പ്രകൃതിയിൽ തന്നെ അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഗോകർണം കഴിഞ്ഞ് വീണ്ടും കർണാടകത്തിലേക്ക് പോകുമ്പോൾ ആ വ്യത്യാസം അവിടെയും കാണാൻ കഴിയും. അപ്പൊ കേരളം തന്നെയാണ്, കേരളത്തിന്റെ ഭാഗം തന്നെയാണ്. സംസ്ഥാന രൂപീകരണത്തിൽ തമിഴ്നാടായെങ്കിലും കേരളം തന്നെയാണ്, കേരളമായിട്ട് തന്നെയാണ് നമ്മൾ കന്യാകുമാരിയെ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരിയിൽ നടക്കുന്ന ഈ ഒരു വലിയ സംഗമം. കാര്യം ഇത് രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകൃതമായിട്ട് 100 വർഷം പൂർത്തിയാവുകയാണ്. 1925 രൂപീകരണം ഉണ്ടായത്. 100 വർഷം പൂർത്തിയാകുമ്പോൾ അതിന്റെ ഒരുപാട് വലിയ വലിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വൈഭവശ്രീ കർമ്മയോഗിനി സംഗമവും നടക്കുന്നത്. 50,000-ത്തോളം സ്ത്രീകളാണ് അവിടെ പങ്കെടുക്കുന്നത്. മാത്രമല്ല കന്യാകുമാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഭാരതത്തെ നമ്മളൊരു വാസ്തുപുരുഷനായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ കന്യാകുമാരി എന്ന് പറയുന്നത് മൂലാധാരമാണ്, സാക്ഷാൽ കൈലാസമാണ്. അതിന്റെ ഏറ്റവും വലിയ സഹസ്രാരകൽപ്പം എന്ന് പറയുന്നത് കൈലാസമാണ്. മൂലാധാരം എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പല അപ്പോൾ മൂകാംബിക, അതുപോലെ ഹേമാംബിക, ലോകാംബിക, അതുപോലെ ബാലാംബികയാണ് സാക്ഷാൽ കന്യാകുമാരി ദേവി.